Creating list using assignment statement. List name equal to comma separated values in square bracket. Print list name. Then run it. It will print the list in a single line to the console. To print the contents of a list one by one, we use loop statements, either for or while. Here for item in L, just print item. If we initialize a variable to 0 and just increment it inside this for loop, will return you the length of the list. 1, 2, 3, 1 by 1. We get the output. L, single line output. Type of L will return list. നമ്മൾ സ്ട്രിങ്ങിൻ്റെ പ്രോഗ്രാമിൽ ലെങ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. സെയിം യൂസ് ചെയ്താൽ മതി. Iteration using range function. L is equal to list. Then for a variable in a range len of L. Then print L of index. It will print L0, L1 and L2. Run. Get the output one by one. To iterate through a list, we can also use while. First, we have to initialize the while variable index equal to 0. Then while condition index less than len of list. Then print L of index. Now we have to increment the value of index by 1. Index plus equal to 1. Run it. We will get the same output. 1, 2, 3. List elements 1 by 1. Creating list using eval. L equal to input enter a list. By default ഇൻപുട്ടിൻ്റെ റിട്ടേൺ ടൈപ്പ് സ്ട്രിങ് ആണ്. ഇൻപുട്ട് ചെയ്യുന്ന ഡേറ്റയെ ബേസ് ചെയ്ത് ഡേറ്റ ടൈപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവാൽ യൂസ് ചെയ്യുന്നത്. സോ ഇവാൽ കൊടുക്കുക ഫോർ ഐറ്റം ഇൻ എൽ. ഇത് ഏതൊരു സീക്വൻസിനെ ഐട്രേറ്റ് ചെയ്യാനും നമ്മൾ ഉപയോഗിക്കുന്ന കോഡാണ്. പ്രിന്റ് ഐറ്റം. ജസ്റ്റ് റൺ ചെയ്യുക. എൻ്റർ എ ലിസ്റ്റ്. അവിടെ ലിസ്റ്റ് കൊടുക്കുമ്പോൾ ലിസ്റ്റായി തന്നെ കൊടുക്കുക സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ. അപ്പോൾ ഡേറ്റ ടൈപ്പ് ക്ലിയർ ആണ് അവിടെ. 1, 2 ഹൈ. ടൈപ്പ് ഓഫ് എൽ ഒന്ന് നോക്കി. ടൈപ്പ് ഓഫ് എൽ വിൽ ബി ലിസ്റ്റ്. ഡൈനാമിക് ആയിട്ടാണ് അതിൻ്റെ ഡേറ്റ ടൈപ്പ് വന്നത്. എഗെയിൻ റൺ ചെയ്യുക. അവിടെ നമ്മൾ സ്ട്രിങ് എൻ്റർ ചെയ്യുന്നു. അപ്പോൾ എല്ലിൻ്റെ ടൈപ്പ് എന്താവും? ടൈപ്പ് ഓഫ് എൽ വിൽ ബി എ സ്ട്രിങ്. ടൈപ്പ് ഓഫ് എൽ. അത് ജസ്റ്റ് ഐട്രേറ്റ് ചെയ്യുന്നതല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഔട്ട്പുട്ട് കിട്ടുന്നത്. നെക്സ്റ്റ് ഒരു ഡിക്ഷണറി കൂടി നോക്കാം. എൻ്റർ എ ലിസ്റ്റ്. ഒരു ഡിക്ഷണറി എൻ്റർ ചെയ്യുക. കേളി ബ്രേസസിനകത്ത് കീ വാല്യൂ പെയർ. അപ്പോൾ അതിനെ എന്തായിട്ടായിരിക്കും എടുക്കുക? ഡിക്ഷണറി 1, 3 കീസ് മാത്രമാണ് ഐട്രേറ്റ് ചെയ്ത് വന്നത്. ടൈപ്പ് ഓഫ് എൽ വിൽ ബി ഡിക്ഷണറിയാണ്. അപ്പോൾ ഡൈനാമിക്കലി നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡേറ്റയെ ബേസ് ചെയ്താണ് ഡേറ്റ ടൈപ്പ് വരുന്നത്. നൗ യൂസിങ് ലിസ്റ്റ് ഫങ്ഷൻ. ലിസ്റ്റ് ഈക്വൽ ടു ഇൻപുട്ട് എൻ്റർ എലമെൻറ്റ്സ്. അപ്പോൾ ബൈ ഡീഫോൾട്ട് ഇൻപുട്ടിൻ്റെ ടൈപ്പ് എന്താണ്? റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത് സ്ട്രിങ് ആണ്. ആ സ്ട്രിങ്ങിനെ ലിസ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ലിസ്റ്റ് ഫങ്ഷൻ അവിടെ യൂസ് ചെയ്യുന്നു. ഫോർ ഐറ്റം ഇൻ LSG പ്രിൻ്റ് ഐറ്റം. ഇത് നോർമൽ ഐട്രേഷൻ കോഡ്. റൺ.
എൻ്റർ എലമെൻറ്റ്. നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ ഒരു സ്ട്രിങ് വാല്യൂ ആണ്. ആ സ്ട്രിങ് വാല്യൂവിനെയാണ് ലിസ്റ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് ലിസ്റ്റ് ആക്കുന്നത്. ഓരോ ഇൻഡിവിജ്വൽ എലമെൻറ്റ്സും ആ സ്ട്രിങ്ങിലുള്ളത് സെപ്പറേറ്റ് ലിസ്റ്റ് ഐറ്റംസ് ആയിട്ട് മാറും. ടൈപ്പ് ഓഫ് LST നോക്കുമ്പോൾ ലിസ്റ്റ്. എഗെയിൻ റൺ. ഒരു ന്യൂമറിക് വാല്യൂ കൊടുത്താൽ എന്താ പറ്റുന്നത് നോക്കൂ. ഓരോ എലമെൻറ്റും, ഇത് സ്ട്രിങ് ആയിട്ടാണ് എടുക്കുന്നത്, ഓരോ എലമെൻറ്റും സെപ്പറേറ്റ് ലിസ്റ്റ് ഐറ്റം ആയിട്ട് മാറും. നെക്സ്റ്റ്, യൂസിങ് അപ്പൻഡ് മെത്തേഡ്. നോർമലി നമ്മൾ പ്രോഗ്രാംസിലൊക്കെ അപ്പൻഡ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അതിന് ഫസ്റ്റ് നമ്മളൊരു എംപ്റ്റി ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ദെൻ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻപുട്ട് ചെയ്യണം. ലിസ്റ്റിൽ എത്ര എലമെൻ്റ് ആണ് എടുക്കാൻ പോകുന്നത്, അതൊരു ഇൻറ്റിജർ വാല്യൂ അല്ലേ, കൗണ്ട് ആണല്ലോ. ഇൻറ്റ് ഇൻപുട്ട് എൻ്റർ നമ്പർ ഓഫ് എലമെൻറ്റ്സ്. അത് കഴിഞ്ഞിട്ട് റേഞ്ച് യൂസ് ചെയ്തിട്ടുള്ള ഐട്രേഷൻ എഴുതുന്നു. ഫോർ ഇൻഡെക്സ് ഇൻ റേഞ്ച് n നമ്പർ ഓഫ് എലമെൻറ്റ്സ്. അത്രയും തവണ നമ്മൾ ലിസ്റ്റ് എലമെൻറ്റ്സിനെ ഇൻപുട്ട് ചെയ്യാൻ പോവുകയാണ്. ഐറ്റം ഈക്വൽ ടു, ഐറ്റമാണ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. അത് ഏത് ടൈപ്പാണോ, ഇൻറ്റിജർ ആണ് വേണ്ടതെങ്കിൽ ഇൻറ്റ് കൊടുക്കുക. ഇൻറ്റ് ഇൻപുട്ട് എൻ്റർ ലിസ്റ്റ് എലമെൻറ്റ്. ഓക്കെ, ഇനി ഈ ഐറ്റത്തെ നമ്മളുടെ ലിസ്റ്റിലേക്ക് അപ്പൻഡ് ചെയ്യണം. lst.append item. lst.append item. ഇനിയും ആ ഐട്രേഷൻ കഴിയുമ്പോൾ പുറത്തു വന്നിട്ട് ഇൻഡൻറ്റേഷന് വെളിയിൽ ലിസ്റ്റ് ഈസ് LST. റൺ ചെയ്യുക. എൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് 4. ഫസ്റ്റ് 1 2 5 8. ലിസ്റ്റ് എത്ര? 1 2 5 8. ഇനിയും ഡിഫറെൻറ്റ് ഡേറ്റ ടൈപ്സ് എൻ്റർ ചെയ്യണമെങ്കിൽ ഇൻറ്റു മാറ്റി ഈ വാല്യൂ കൊടുക്കുക. റൺ. നമ്പർ ഓഫ് എലമെൻറ്റ്സ് 5 കൊടുത്തു. ഫസ്റ്റ് 1 ഇൻറ്റിജർ വാല്യൂ, ദെൻ ഫ്ലോട്ട് വാല്യൂ, ദെൻ ഒരു സ്ട്രിങ് വാല്യൂ. ഇനിയും ഒരു ലിസ്റ്റ്, അതിന് നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് പറയും. ഒരു ലിസ്റ്റിൻ്റെ ഇൻസൈഡ് ഒരു ലിസ്റ്റ് വരും, നെസ്റ്റഡ് ലിസ്റ്റ്. ഇനിയൊരു ഡിക്ഷണറി കൊടുക്കുന്നു. 5 ഡേറ്റാസ് ഉണ്ട് ലിസ്റ്റിൽ, 5ഉം ഡിഫറെൻറ്റ് ഡേറ്റ ടൈപ്സ് ആണ്. ലിസ്റ്റ് നോക്കൂ. ലിസ്റ്റിലൊരു ഇൻറ്റിജർ വാല്യൂ ഉണ്ട്, ഒരു ഫ്ലോട്ട് വാല്യൂ, ഒരു സ്ട്രിങ് വാല്യൂ, ഒരു ലിസ്റ്റ് തന്നെ, ദെൻ ഒരു ഡിക്ഷണറി. ടൈപ്പ് ഓഫ് LST is list. Write a program to create a list of even numbers less than 100. ഫസ്റ്റ് നമ്മൾ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. empty list, my list, even. ഫോർ റേഞ്ച് യൂസ് ചെയ്തുള്ള ഐട്രേഷന് ഐറ്റം ഇൻ റേഞ്ച്. റേഞ്ച് നമുക്കറിയാം 100ൽ ലെസ് ദാൻ ആണ്, സ്റ്റാർട്ടിങ് 1 ആണ്. 1,100. ഇനി എങ്ങനെയുള്ള എലമെൻറ്റ് മാത്രമാണ് വേണ്ടത്? ഈവൻ നമ്പേഴ്സ്. ഇഫ് ദിസ് ഐറ്റം മോഡുലോ റിമൈൻഡർ ഓപ്പറേറ്റർ ആണ്. 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആയി വരുന്നത് മാത്രം. അങ്ങനെയുള്ള ഐറ്റത്തെ മൈ ലിസ്റ്റ് ഈവനിലേക്ക് അപ്പൻഡ് ചെയ്യുന്നു. ഡോട്ട് അപ്പൻഡ് ഐറ്റം. മോഡുലോ ഓപ്പറേറ്റർ 0 റിട്ടേൺ ചെയ്യുന്ന ഐറ്റംസ് മാത്രം. ദെൻ ആ ഒരു ഐട്രേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് പ്രിൻറ്റിൽ ലിസ്റ്റ് ഓഫ് ഈവൻ നമ്പേഴ്സിൽ even numbers less than 100, comma, my list, even. ഇപ്പോൾ എൻ്റെ ഈവൻ നമ്പേഴ്സ് ലെസ് ദാൻ 100 എവിടെ ഉണ്ടാവും? മൈ ലിസ്റ്റ് ഈവനിൽ ഉണ്ടാവും. സേവ് ചെയ്യുക. എക്സ്റ്റൻഷൻ .py ആണ്. കണ്ടില്ലേ? ലിസ്റ്റ് ഓഫ് ഈവൻ നമ്പേഴ്സ് ലെസ് ദാൻ 100, 2 തൊട്ട് 98 വരെ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. നോ ഇതേപോലെ തന്നെ ഓഡ് നമ്പേഴ്സിൻ്റേതും സെപ്പറേറ്റ് ഒരു ലിസ്റ്റായിട്ട് വരണമെങ്കിൽ, ഓഡ് നമ്പേഴ്സും ഈവൻ നമ്പേഴ്സും പ്രിൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 more ലിസ്റ്റ് നമുക്ക് വേണം. മൈ ലിസ്റ്റ് ഓഡ് എന്നൊരു ലിസ്റ്റും കൂടെ empty ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക.
ഇനി ഐറ്റം മോഡുലോ 20 റിട്ടേൺ ചെയ്യുന്നതാണ് ഈവൻ നമ്പേഴ്സ്. അതിൻ്റെ എൽസ് കേസിൽ വരുന്നതോ 0 അല്ലാതുള്ളതോ അത് ഓഡ് നമ്പേഴ്സ് അല്ലേ. അപ്പോൾ എൽസിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? മൈ ലിസ്റ്റ് ഓഡിലേക്ക് അപ്പെൻഡ് ചെയ്യണം. അങ്ങനെയുള്ള ഐറ്റങ്ങളെ മൈ ലിസ്റ്റ് ഓഡിലേക്ക് അപ്പെൻഡ് ചെയ്തു. ഇതേ പ്രിൻ്റ് ഒരു തവണ കൂടി കൊടുക്കുക. Ctrl+C Ctrl+V ഈവൻ മാറ്റി ഓഡ് കൊടുക്കുക. ഓഡ് നമ്പേഴ്സ് ലിസ്റ്റിൻ്റെ പേരെന്താണ്? ഈവൻ മാറ്റി ഓഡ് കൊടുക്കുക. അത് റൺ ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ലിസ്റ്റായിട്ട് ഈവൻ നമ്പേഴ്സും ഓഡ് നമ്പേഴ്സും കിട്ടും. ഇനിയും ഇത് ഈ ലിസ്റ്റ് വേറെ ലൈനിൽ സെക്കൻഡ് ലൈനിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾക്ക് പ്രിൻറ്റിൻ്റെ SEP ഓപ്ഷൻ കൊടുക്കാം. പ്രിൻറ്റിന് SEPയും എൻഡും ഇല്ലേ? ഒന്നിൽ കൂടുതൽ ഐറ്റം ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ലൈനിലേക്ക് പോകാം. SEP ന്യൂ ലൈൻ എന്ന് കൊടുത്തു. നെക്സ്റ്റിലും ന്യൂ ലൈൻ എന്ന് കൊടുത്തു. സെപ്പറേറ്ററാണത്. ഇപ്പോൾ കണ്ടില്ലേ, മെസ്സേജ് വേറെ, നെക്സ്റ്റ് ലൈനിലാണ് ലിസ്റ്റ് വന്നത്. Write a program to accept elements into a list and find sum and average of elements. First ഒരു empty list create ചെയ്യുന്നു. Then ഒരു integer value number of elements input ചെയ്യുന്നു. Input enter number of elements. ഇനിയും ഈ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന റേഞ്ച് ആയിട്ട് വരുന്ന ഒരു ഫോർ ലൂപ്പ് എഴുതുക. in range n then item. അത്രയും തവണ we are going to input items to our list. ഐറ്റം ഒരു ഇൻറ്റിജർ വാല്യൂ, ഇപ്പോൾ സമ്മും ആവറേജും കാണുക ആയതുകൊണ്ട് ഇൻപുട്ടിങ് ഇൻറ്റിജർ വാല്യൂസ്, ഫ്ലോട്ടോ ഇൻറ്റിജറോ ഏത് വേണമെങ്കിലും കൊടുക്കാം. Enter list elements. lst.append that particular item. ഇൻപുട്ട് ചെയ്ത ഐറ്റത്തെ അപ്പൻഡ് ചെയ്തു. അപ്പോൾ ഈ ഫോർ ലൂപ്പ് കഴിയുമ്പോൾ, കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മുടെ n എലമെൻസും ലിസ്റ്റിലേക്ക് ആഡ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ലിസ്റ്റ് സമ്മിന് വേണ്ടിയിട്ടുള്ള ഒരു വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യുന്നു 0 എന്ന്. ദെൻ ആവറേജിനൊരു വേരിയബിൾ, അത് വേരിയബിൾ കൊടുത്തില്ലെങ്കിലും സാരമില്ല, സം ഡിവൈഡഡ് ബൈ n ചെയ്താൽ മതിയല്ലോ, അത് മാറ്റാം. ഇനിയും സം കാണാൻ വേണ്ടിയിട്ടുള്ള ഐട്രേഷൻ, അത് റേഞ്ച് വേണ്ട, ലൂപ്പ് ത്രൂ ചെയ്താൽ മതി സിമ്പിളായിട്ട്. in lst ഓരോ ഐറ്റവും ഐയിൽ വരുന്നുണ്ട്. സം എന്ന് പറയുന്നത് ഓരോ തവണ ഈ ഐയെ ആഡ് ചെയ്താൽ മതിയല്ലോ. വേരിയബിൾ എസ് അല്ല, ലിസ്റ്റ് സം ഈക്വൽ ടു ലിസ്റ്റ് സം പ്ലസ് ഐ. അത് ഇങ്ങനെ ആഡ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഇനിഷ്യലൈസ് ചെയ്യേണ്ടി വരുന്നത്. പ്രിന്റ് ദ ലിസ്റ്റ് ഈസ്, ഫോറിന് പുറത്ത് ഇൻഡൻറ്റേഷന് വെളിയിൽ, ദ ലിസ്റ്റ് ഈസ് lst, പ്രിന്റ് ദ സം ഈസ്, സം എത്രയാണ്? ലിസ്റ്റ് സം എന്ന് പറയുന്ന വേരിയബിളിൽ സം കിട്ടിയിട്ടുണ്ട്. ലിസ്റ്റ് സം പ്രിന്റ് ആവറേജ്, ആവറേജ് is sum divided by number of elements. അപ്പോൾ ലിസ്റ്റ് സം ഡിവൈഡഡ് ബൈ n. ഈ ആവറേജ് മാത്രം ഒരു ഫ്ലോട്ട് വാല്യൂ റിട്ടേൺ ചെയ്യും. ഡിവിഷൻ എപ്പോഴും ഫ്ലോട്ട് വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നത്. സോ റൺ. നമ്പർ ഓഫ് എലമെൻറ്റ്സ് 4, ലിസ്റ്റ് എലമെൻറ്റ് 3, 5, 6 and 1. So 3, 5, 6, 1, sum is 15 and average is 3.75. ഇനിയും ഇതിന് ഫ്ലോട്ട് വാല്യൂസ് എൻ്റർ ചെയ്യണമെങ്കിൽ ഇൻപുട്ട് ചെയ്യുന്നിടത്ത് ഇൻറ്റു മാറ്റി ഫ്ലോട്ട് കൊടുക്കണം. അവിടെയല്ല, അത് നമ്മൾ കൗണ്ടർ ആയിരുന്നു, നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആയിരുന്നു. ഐറ്റം ഇൻപുട്ട് ചെയ്യുന്നിടത്ത് ഇൻറ്റു മാറ്റി ഫ്ലോട്ട് കൊടുക്കും. അപ്പോൾ എല്ലാ വാല്യൂസും
ഫ്ലോട്ട് വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. 3 elements 1.5, 2.6, 3.8 സം ആൻഡ് ആവറേജ് ഫ്ലോട്ട് വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നത്. Take two lists of same size and add their elements together to form a new list of same size. If L is equal to 1, 2, 3, M is equal to 2, 3, 4, sum will be 3, 5 and 7. ഇവിടെയും നമുക്ക് എന്ത് വേണം? എംപ്റ്റി ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഫസ്റ്റ് ലിസ്റ്റ് 1 equal to empty list, list 2 empty list. ഇത് മൾട്ടിപ്പിൾ അസൈൻമെൻറ്റ് സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്താൽ ഒരു ലിസ്റ്റിലെ ചേഞ്ച് മറ്റു ലിസ്റ്റിൽ റിഫ്ലക്റ്റ് ചെയ്യും. അതൊന്ന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുക്കുക. ലിസ്റ്റ് സം അനദർ എംപ്റ്റി ലിസ്റ്റ്. ഇനിയും നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഒരു ഇൻറ്റിജർ വാല്യൂ റീഡ് ചെയ്യുക. ഇൻറ്റ് ഇൻപുട്ട് എൻ്റർ ലിസ്റ്റ് ലിമിറ്റ്. ഓക്കെ, ഇനി n റേഞ്ചായിട്ട് വരുന്ന ഒരു ലൂപ്പ് എഴുതുക. റേഞ്ചിൻ്റെ ലിമിറ്റ് n ആണ്. റേഞ്ച് n. അത്രയും തവണ നമ്മൾ എന്ത് ചെയ്യുക? ആ ലിസ്റ്റിലേക്ക് ഐറ്റം ഇൻപുട്ട് ചെയ്യുകയാണ്. l ഐറ്റം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ലിസ്റ്റിന് നമ്മൾ L എന്ന് കൊടുക്കുക. 1 മാറ്റി L ആക്കുക. സെക്കൻഡ് ലിസ്റ്റ് M. അപ്പോൾ L ഐറ്റം ഈക്വൽ ടു ഇൻറ്റ് സം ആവറേജ് ഒക്കെ ആയതുകൊണ്ട് ഇൻറ്റിജർ വാല്യൂ ഇൻപുട്ട് ചെയ്യാം. ഫ്ലോട്ട് വേണമെങ്കിലും കൊടുക്കാം. ഇൻപുട്ട് എൻ്റർ ലിസ്റ്റ് എലമെൻറ്റ്. ഇനിയും ഈ എൻറ്റർ ചെയ്ത് കിട്ടിയ ലിസ്റ്റ് എലമെൻറ്റിനെ ലിസ്റ്റ് എല്ലിലേക്ക് അപ്പൻഡ് ചെയ്യാം. ലിസ്റ്റ് എൽ ഡോട്ട് അപ്പൻഡ് എൽ ഐറ്റം. ഇത് n തവണ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഇരിക്കും. അത് കംപ്ലീറ്റ് ആവുമ്പോൾ ലിസ്റ്റ് L ആയി. വെറുതെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ടത് റിമൂവ് ചെയ്യുക. ഇൻഡൻറ്റേഷൻ എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള 4 വൈറ്റ് സ്പേസസ് ആണ്. ബൈ ഡീഫോൾട്ട് അത്രയാണ്. വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇനി ആ ഫോർ ലൂപ്പിൻ്റെ ഇൻഡൻറ്റേഷൻ്റെ പുറത്ത് നെക്സ്റ്റ് ഫോർ ലൂപ്പ് കൊടുക്കുക. സെയിം സെക്കൻഡ് ലിസ്റ്റിലേക്ക് എലമെൻ്റ് ആഡ് ചെയ്യാൻ. എം ഇൻ റേഞ്ച് എം ഐറ്റം ലിസ്റ്റ് എം ഡോട്ട് അപ്പൻഡ് എം ഐറ്റം. സെയിം തന്നെയല്ലേ? n എലമെൻസിനെ അതിലേക്ക് അപ്പൻഡ് ചെയ്തു. ഇനിയും സം കാണാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ഫോർ ലൂപ്പ് s in range n for s in range n s item equal to സെയിം ഇൻഡെക്സിലുള്ള ലിസ്റ്റ് എല്ലും ലിസ്റ്റ് എമ്മും ആഡ് ചെയ്യുക. ലിസ്റ്റ് എൽ ഓഫ് എസ് പ്ലസ് ലിസ്റ്റ് എം ഓഫ് എസ്. ഇപ്പോൾ എസ് 0 ആകുമ്പോൾ എന്താകും? ലിസ്റ്റ് 1ൻ്റെ 0ത്തും ലിസ്റ്റ് എമ്മിൻ്റെ 0ത്തും തമ്മിൽ ആഡ് ചെയ്ത് എസ് ഐറ്റം കിട്ടും. ആ എസ് ഐറ്റം ലിസ്റ്റ് സമ്മിൻ്റെ 0th എലമെൻ്റായിട്ട് അപ്പൻഡ് ചെയ്യണ്ടേ? അപ്പോൾ ലിസ്റ്റ് സം ഡോട്ട് അപ്പൻഡ് എസ് ഐറ്റം. അത് ഫസ്റ്റ് എലമെൻ്റ് ആയി. അങ്ങനെ n ഐറ്റംസും ലിസ്റ്റ് സമ്മിലേക്ക് അപ്പൻഡ് ചെയ്യാം. ഫോർ ലൂപ്പിന് വെളിയിൽ പ്രിൻ്റ് ഫസ്റ്റ് ലിസ്റ്റ് ഈസ്, ഫസ്റ്റ് ലിസ്റ്റ് ഏതാണ്? ലിസ്റ്റ് എൽ. കൺട്രോൾ C കൺട്രോൾ V. സെക്കൻഡ് ലിസ്റ്റ് ഏതാണ്? സെക്കൻഡ് ലിസ്റ്റ് ലിസ്റ്റ് എം. ഇനിയും സമ്മുള്ള ലിസ്റ്റ് ഏതാണ്? ലിസ്റ്റ് സം. ലിസ്റ്റ് സം. റൺ ചെയ്യുമ്പോൾ
ലിസ്റ്റ് ലിമിറ്റ് ചോദിക്കുന്നു 5. എൻ്റർ ലിസ്റ്റ് എലമെൻറ്റ് 5 വരെ ഫസ്റ്റ് ലിസ്റ്റാണ്, നെക്സ്റ്റ് തൊട്ട് സെക്കൻഡ് ലിസ്റ്റാണ്. അവിടെ മെസ്സേജ് തിരുത്തിയില്ല. 6, 7, 8, 9, 10 ഫസ്റ്റ് ലിസ്റ്റ് 1, 6 ആഡ് ചെയ്തു, 7, 7, 2 കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇവിടെ മാറ്റി 4M 4L കൊടുത്താൽ കറക്റ്റായിട്ട് ഡിസ്പ്ലേ വരും. Input a list of elements and search for a given element in the list. First empty list create ചെയ്യുന്നു. Then number of elements ഒരു integer value enter ചെയ്യുന്നു. ഇനി n റേഞ്ചിൽ വരുന്നത് പോലെ for loop എഴുതുന്നു. I in range n. ലിസ്റ്റിലേക്കുള്ള ഐറ്റം എൻ്റർ ചെയ്യുന്നു. ഐറ്റം ഈക്വൽ ടു ഇൻറ്റിജർ വാല്യൂ ആയിട്ട് കൊടുത്തു നോക്കാം. എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇൻറ്റ് ഇൻപുട്ട് എൻ്റർ ലിസ്റ്റ് എലമെൻറ്റ്സ് കമ്പയർ ചെയ്യാൻ പറ്റുന്ന വാല്യൂ ആയിരിക്കണം കൊടുക്കുന്നത്. ലിസ്റ്റിലേക്ക് ഐറ്റത്തെ അപ്പൻഡ് ചെയ്യുന്നു. ലിസ്റ്റ് ഡോട്ട് അപ്പൻഡ് ഐറ്റം. ദെൻ ഈ ഒരു ഫോർ ലൂപ്പ് കംപ്ലീറ്റ് ആകുമ്പോൾ അതിൽ n എലമെൻറ്റ്സ് ഉണ്ടാവും. ഇനിയും സെർച്ച് ചെയ്യാനുള്ള വാല്യൂ എൻ്റർ ചെയ്യുന്നു. അതൊരു ഇൻറ്റിജർ ആയതുകൊണ്ട് ഇൻറ്റിജർ വാല്യൂ തന്നെ എൻ്റർ ചെയ്യുന്നു. ഇനി കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ഫോർ I in range n ഓരോ ഇൻഡെക്സിലുള്ള വാല്യൂ എക്സുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ഇൻഡെക്സ് I = x ആണെങ്കിൽ പ്രിൻറ്റ് എലമെൻറ്റ് ഈസ് ഫൗണ്ട് അറ്റ് ലൊക്കേഷൻ ഏതാണ് 0, 1, 2, 3 നോക്കുമ്പോഴാണ് I 1, 2, 3 ആണ് കൗണ്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതെങ്കിൽ I+1 കൊടുക്കുക. ഫസ്റ്റ് ഒക്കറൻസ് മാത്രമാണ് നോക്കുന്നത്, അത് കഴിഞ്ഞ് ബ്രേക്ക് ചെയ്യുന്നു. ഇനി ഇതൊരിക്കലും ബ്രേക്ക് ആയിട്ടില്ല എങ്കിൽ 4ൻ്റെ എൽസിലേക്ക് വരും. ദെൻ എന്ത് പ്രിൻ്റ് ചെയ്യാം? എലമെൻറ്റ് നോട്ട് ഫൗണ്ട്. റൺ എൻ്റർ ലിസ്റ്റ് ലിമിറ്റ് 5 കൊടുത്തു. ഇനി 5 എലമെൻറ്റ്സ് എൻ്റർ ചെയ്തു. 90 എൻ്റർ എലമെൻറ്റ് ഫോർ സെർച്ചിങ് 90 കൊടുക്കുന്നു. 5th ലൊക്കേഷനിലുണ്ടെന്ന് വരുന്നു. 4 കൊടുത്തു. 3, 2, 5, 1, 1 കൊടുത്തു. സെർച്ച് ചെയ്യാൻ 6 എൻ്റർ ചെയ്യുന്നു. 6 നോട്ട് ഫൗണ്ട് എന്ന് വന്നു. Write a program to access elements to a list and display largest and second largest elements of that list. ഇവിടെയും ഒരു empty list ക്രിയേറ്റ് ചെയ്യുക. ദെൻ n ഒരു ഇൻറ്റിജർ വാല്യൂ നമ്പർ ഓഫ് എലമെൻറ്റ്സ് കൊടുക്കുക. ഇനി n റേഞ്ചിൽ വരുന്നത് പോലെ ഐട്രേഷൻ എഴുതുക. ഫോർ I in range n ഐറ്റം ഇൻപുട്ട് ചെയ്യുക. ഐറ്റം ഈക്വൽ ടു ഇൻറ്റിജർ വാല്യൂ തന്നെ കൊടുക്കുന്ന ഇവിടെയും ഇൻപുട്ട് എൻ്റർ എലമെൻറ്റ് ലിസ്റ്റ് എലമെൻറ്റ്. ഇനിയും ഈ ഒരു പർട്ടിക്കുലർ ഐറ്റത്തിനെ ലിസ്റ്റിലേക്ക് അപ്പൻഡ് ചെയ്യണം. lst.append ഐറ്റം. ഈ ഒരു ഐട്രേഷൻ കംപ്ലീറ്റ് ആകുമ്പം LSTയിൽ എത്ര എലമെൻ്റ് ഉണ്ട്? n എലമെൻറ്റ്സ് ആയിട്ടുണ്ട്. ദെൻ ഇനിയും ലാർജസ്റ്റും സെക്കൻഡ് ലാർജസ്റ്റും എലമെൻ്റാണ് കാണേണ്ടത്. അതിന് പല മെത്തേഡുണ്ട്. നമുക്ക് സോർട്ട് ചെയ്തിട്ട് അതിൽ നിന്നും ലാർജസ്റ്റ് എടുക്കാം. സോർട്ടഡ് ഫങ്ഷനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അത് ഒറിജിനൽ ലിസ്റ്റിനെ ചേഞ്ച് ചെയ്യുന്നില്ല, വേറൊരു ലിസ്റ്റ് റിട്ടേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോർട്ടഡ് LST. പ്രിൻ്റ് ലിസ്റ്റ് ഈസ് LST. ചേഞ്ച് ഒന്നും വരുത്താത്ത ഒറിജിനൽ നമ്മൾ എൻ്റർ ചെയ്ത ലിസ്റ്റാണ് LST. പ്രിൻ്റ് ലാർജസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് സോർട്ട് ചെയ്ത് റിട്ടേൺ ചെയ്തത് എവിടെയുണ്ട്? സോർട്ടഡിലുണ്ട്. അതിൻ്റെ ലാസ്റ്റ് എലമെൻ്റ് ആയിരിക്കും ഏറ്റവും വലുത്. സോർട്ടഡിൻ്റെ n-1 പോസിറ്റീവ് ഇൻഡെക്സ് n-1 വരെയല്ലേ ഉള്ളത്. ദെൻ സെക്കൻഡ് ലാർജസ്റ്റ് എലമെൻറ്റോ സെക്കൻഡ് ലാർജസ്റ്റ് എലമെൻ്റ് എന്ന് പറയുമ്പോൾ n-2 സെക്കൻഡ് ലാസ്റ്റ് എലമെൻറ്റ്.
റൺ ചെയ്യാം. ലിമിറ്റ് 5, എലമെൻറ്റ്സ് 12, 45, 34, 67 ആൻഡ് 54. ലാർജസ്റ്റ് ഏതായി? 67, സെക്കൻഡ് ലാർജസ്റ്റ് 54. എൻട്രി ചെയ്ത് ലിസ്റ്റിൽ വന്നത്. നെക്സ്റ്റ്, വിതൗട്ട് യൂസിങ് സോർട്ട് ഓർ സോർട്ടഡ് ഫംഗ്ഷൻ. സോർട്ട് യൂസ് ചെയ്താൽ ഇൻ പ്ലേസ് ചേഞ്ച് ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു ട്രൂ കോപ്പി എടുത്ത് വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇവിടെ മാക്സ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ചെയ്ത് നോക്കാം. ലാർജ് ഈക്വൽ ടു, അതിലേക്ക് നമ്മുടെ ലിസ്റ്റിൻ്റെ മാക്സിമം വാല്യൂ എടുക്കുന്നു. മാക്സ് ഓഫ് LST, മാക്സ് ബ്രാക്കറ്റിൽ LST. അപ്പോൾ മാക്സിമം വാല്യൂ കിട്ടി, ലാർജസ്റ്റ് വാല്യൂ കിട്ടി. ഇനിയും സെക്കൻഡ് ലാർജസ്റ്റ് കിട്ടണമെങ്കിൽ ഈ ലാർജസ്റ്റ് വാല്യൂ നമ്മുടെ ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യണം. അതൊരു ഇൻപ്ലേസ് ചേഞ്ച് ആണ്. അത് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ലിസ്റ്റിൻ്റെ ഒരു കോപ്പി എടുക്കുന്നു, ട്രൂ കോപ്പി എടുക്കുന്നു. ലിസ്റ്റ് 1ലേക്ക് LST1 ഈക്വൽ ടു LST.copy. ഇനിയും ഈ ചേഞ്ചസ് ഒക്കെ നമുക്ക് LST1 വരുത്താം. ലാർജസ്റ്റ് എലമെൻ്റ് ഉണ്ട്. ഈ ലാർജസ്റ്റ് എലമെൻ്റ് LST1 നിന്ന് റിമൂവ് ചെയ്യുന്നു. ലാർജസ്റ്റ്. ഇനിയുള്ള റിമൈനിങ് ലിസ്റ്റിൽ നിന്ന് ഇൻപ്ലേസ് വന്ന ലിസ്റ്റിൽ നിന്ന് മാക്സിമം ചെയ്താൽ എന്ത് വരും? സെക്കൻഡ് ലാർജസ്റ്റ് എലമെൻറ്റ് കിട്ടും. സെക്കൻഡ് ലാർജസ്റ്റ് ഈക്വൽ ടു മാക്സ് ഓഫ് LST1. അപ്പോൾ ലാർജസ്റ്റ് എലമെൻറ്റ് എത്രയാണ്? ലാർജ്. സെക്കൻഡ് ലാർജസ്റ്റ് എസ് ലാർജ്. നമ്മുടെ ഒറിജിനൽ ലിസ്റ്റ് LSTയിലുണ്ട്, ചേഞ്ച് വന്നത് LST1. ലിമിറ്റ് 5, 12, 45, 34, 67 ആൻഡ് 54. ലാർജസ്റ്റ് 67, സെക്കൻഡ് ലാർജസ്റ്റ് 54. ഇനിയും ബിൽറ്റ്-ഇൻ ഫങ്ഷൻസ് മാക്സോ സോർട്ടോ യൂസ് ചെയ്യാതെ എങ്ങനെ സോർട്ട് ചെയ്യാം നോക്കാം. ലിസ്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു ഫോർ ലൂപ്പ് കൊടുക്കുന്നു. I in റേഞ്ച് n, അതേ തന്നെ റേഞ്ച് വരുന്നത് പോലെ for j in റേഞ്ച് സ്റ്റാർട്ടിംഗ് വാല്യൂ i+1 end n കൊടുക്കുന്നു. ഓരോ എലമെൻറ്റും നെക്സ്റ്റ് എലമെൻറ്റ് തൊട്ടുള്ളതുമായിട്ട് കമ്പയർ ചെയ്ത് if LST of I greater than LST of j ആണെങ്കിൽ അത് സ്വാപ്പ് ചെയ്യുന്നു. ഇത് ലെസ്സാക്കി കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഡിസെൻഡിങ് ഓർഡറിൽ കിട്ടും. LST of I, LST of j ഈക്വൽ ടു LST of j, LST of I. സ്വാപ്പ് ചെയ്തില്ലേ? ചേഞ്ച് ചെയ്തു വാല്യൂസ് തമ്മിൽ. സിംഗിൾ ലൈൻ നടക്കുന്നത് പൈത്തൺ RHS ആണ് ആദ്യം ഇവാലുവേറ്റ് ചെയ്യുന്നത്. ദെൻ ഇത് കഴിയുമ്പോൾ അസെൻഡിങ് ഓർഡറിലായിരിക്കും ലിസ്റ്റ്. ദെൻ ലാർജസ്റ്റ് എലമെൻ്റ് എവിടെയുണ്ട്? LST of n-1. 0 to n-1 ആണല്ലോ പോസിറ്റീവ് ഇൻഡെക്സിങ്. സെക്കൻഡ് ലാർജസ്റ്റ് എവിടെയുണ്ട്? LST of n-2. വേറെയും പല മെത്തേഡിൽ ഇത് ചെയ്യാം. n-2. ഇനിയും ഇതൊരു ഇൻപ്ലേസ് ചേഞ്ച് അല്ലേ, അതുകൊണ്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു ട്രൂ കോപ്പി എടുത്ത് വയ്ക്കുന്നു. LST1 ഈക്വൽ ടു LST.copy. ഇപ്പോൾ ഒറിജിനൽ ലിസ്റ്റ് LST1 ഇവിടെ ഉള്ളത്, ചേഞ്ച് വന്നതാണ് LSTയിലുള്ളത്. ലിസ്റ്റ് കാണണമെങ്കിൽ എന്ത് പ്രിൻ്റ് ചെയ്യണം? LST1. റൺ ചെയ്യുന്നു. ലിമിറ്റ് 5 കൊടുത്തു. 3, 1, 5, 7.
ലാർജസ്റ്റ് 7, സെക്കൻഡ് ലാർജസ്റ്റ് 5. ഇനിയും LSG ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കിയാൽ അറിയാം അത് ആ സോർട്ടഡ് ലിസ്റ്റാണ്.